നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങുന്നത്. മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിച്ച് മാത്രം ഇത് കേൾക്കുക. ചാനലിൽ അംഗങ്ങളാവുക, സബ് ചെയ്യുക. എങ്കിലാണ് നിങ്ങളുടെ കാർഡുകൾ വരിക, നിങ്ങളുടെ എനർജികൾ വരിക. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് ആവുക. അതുകൊണ്ട് ഈ കുടുംബത്തിലെ അംഗങ്ങളാവാൻ ശ്രദ്ധിക്കുക. പലരും എത്ര പറഞ്ഞാലും അത് ചെയ്യുന്നില്ല. പുതിയ പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ വെറുതെ കണ്ടിട്ട് പോകാൻ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടാനും നിങ്ങളുടെ റീഡിംഗ് ആവാനും സബ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് ഇവിടെ വരുന്നത് എനർജികൾ വരുന്നത്. പിന്നെ ഇവിടെ കിട്ടുന്ന കാർഡുകളുടെ ബലം പറയുമ്പോൾ പല കാര്യങ്ങളും ഇന്ന് സംഭവിക്കുന്നതോ നാളെ സംഭവിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അത്ര പവർഫുള്ളായിട്ടുള്ളൊരു എനർജി ഇവിടെ ഉണ്ട്. വിശ്വസിക്കുക. മന്ത്രങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കുക കാർഡുകൾക്ക് ഇത്രയും ശക്തി ഉണ്ടാവുന്നത്. പലരും വിളിച്ചു എന്നൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവാനാണ് സബ് ചെയ്യൂ, താഴെ നിങ്ങളുടെ പേരോ നക്ഷത്രമോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. നെഗറ്റീവായ ചിന്തയാണ്, പരിഹാസമാണ്, നമ്മളോട് വെറുപ്പാണ്, ദേഷ്യമാണ്, അങ്ങനെയുള്ള ഫീലിങ്സോടുകൂടി ഇവിടെ വരാതിരിക്കുക. എനിക്കല്ല അതിൻ്റെ ദോഷം, നിങ്ങൾക്കാണ്. അപ്പോൾ സ്നേഹത്തോടുകൂടി വരിക. നിങ്ങളുടെ കാര്യം അറിയണമെന്ന് പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കുക. നിങ്ങളുടെ കാര്യം നടക്കണമെന്ന് പ്രാർത്ഥനയോടുകൂടി പോസിറ്റീവായി കാത്തിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇവിടെ റീഡിംഗ് ചെയ്യുന്നത്. നിങ്ങളുടെ റിലീജിയൻ ചോദിക്കുന്നില്ല, പ്രായം ചോദിക്കുന്നില്ല, ബന്ധം ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ഒരാളെ കാത്തിരിക്കുന്നുണ്ടോ, ഒരാളെ പ്രണയിക്കുന്നുണ്ടോ, ആ പ്രണയം മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ അനുഭവം പോലെ ഇതെടുത്തോളുക. ഞാനിവിടെ ലവ് മെസ്സേജ് മാത്രമേ തരുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാം. പ്രണയിക്കുന്ന എല്ലാവർക്കും ഇത് കാണാം. അവസാനം വരെ പ്രണയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള റീഡിംഗ് ആണ്. ഇടയ്ക്ക് മാത്രമാണ് പൊതുവായ കാര്യങ്ങൾ പറയുന്നത്. അവസാനം വരെ പലതരം കാർഡുകളും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം വരെ കാണുക. നിങ്ങളുടെ ഫീസ് എത്രയാണ് പ്രൈവറ്റ് റീഡിങ്ങിന് വന്നാൽ അതും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള പല വിവരങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്കിന്നത്തെ ഒറാക്കിൾ നോക്കാം. ആദ്യം തന്നെ 3 കപ്പാണ് വന്നിരിക്കുന്നത്. ഇനി 7 സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ലവ് കാർഡ് വന്നു. ഡെത്ത് വന്നിട്ടുണ്ട്, മാറ്റിയിട്ട് കാര്യമില്ല. കിങ് വാണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കാർഡ് തിരിച്ചു പിടിച്ചതുകൊണ്ടാണ്. എസ് എന്നാണ്. ക്യൂൻ ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഇനി എസ് എന്ന് തന്നെ പറയുന്ന മറ്റൊരു കാർഡാണ് വന്നിരിക്കുന്നത്. 10 സൂട്ട്സ് വന്നിട്ടുണ്ട്. 6 പെൻഡക്കൾ വന്നിട്ടുണ്ട്. 5 പെൻഡക്കളും വന്നിട്ടുണ്ട്. കാർത്തിക, ഉത്രം, ഉത്രാടം, ഭരണി, പൂരം, പൂരാടം, മകയിരം, ചിത്തിര, അവിട്ടം, ഇതൊക്കെയാണ് നാളുകൾ വന്നിരിക്കുന്നത്. ചില ആളുകൾ താഴെ കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ഈ നാളുകൾക്ക് മാത്രമാണോ ഈ റീഡിംഗ്? അല്ല, എല്ലാവർക്കും കാണാം. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു കാണിക്കുന്ന ചില നാളുകൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഗുണമോ ദോഷമോ കൂടുതൽ അവർക്ക് എഫക്റ്റ് ആവും. അതുകൊണ്ടാണ് അത് പറയുന്നത്. 3, 4, 5, 6, 7, 9, 10, 13 ഇതൊക്കെയാണ് നമ്പറുകൾ വന്നിരിക്കുന്നത്. 6 2 തവണ വന്നിട്ടുണ്ട്. ഈ നമ്പർ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം വന്നിരിക്കുന്നു 3 കപ്പ്. ഇവിടെ നമുക്ക് പ്രണയം പങ്കുപറ്റാൻ മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു മെസ്സേജിൽ അതുണ്ട്. ട്രയാങ്കിൾ ലവ് എന്നുണ്ട്. ഇവിടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക, കുടുംബവുമായിട്ടൊക്കെ ഒന്ന് കണ്ടുമുട്ടുക, സ്നേഹം പങ്കിടുക ഒക്കെ ചെയ്യുന്ന അവസരങ്ങൾ കുടുംബത്തിലേക്കൊക്കെ വന്നിരിക്കുക. പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ഈ സമയത്ത് വിശേഷ ദിവസങ്ങളിൽ കുടുംബത്ത് വരും. അതുപോലുള്ളൊരു അവസരം. സുഹൃത്തുക്കളെ കാണുന്നത്, കല്യാണം പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത്, ഇനി പാരമ്പര്യപ്രകാരമുള്ള ചടങ്ങുകൾ, അത് പള്ളിയിലാവാം, അമ്പലങ്ങളിലാവാം, എന്തുമാവാം, അതുപോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക. ഇതൊക്കെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കുറച്ച് അകന്നാണ് നിൽക്കുന്നത്. അവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ്, തിരക്കിലാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നുണ്ട്, ഇപ്പോൾ വിളിക്കരുത് എന്ന്. ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ്, നിന്നെ വിളിക്കുക, മറ്റുള്ളവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അടുത്ത കാർഡ് 7 സോഡ്സാണ് വന്നിരിക്കുന്ന കള്ളത്തരമുള്ള കാർഡാണ്. നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത പ്രണയമാവാം. അവരും നിങ്ങളും കുടുംബമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കുടുംബം അംഗീകരിക്കാത്ത ഒരു ബന്ധമായിരിക്കാം. സിംഗിൾസ് ആണെങ്കിലേ 2 മതമൊക്കെ ആണെങ്കിൽ അംഗീകരിക്കില്ലല്ലോ. അവരൊരു ഹിന്ദു ആണ്, നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ
കുടുംബം അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനൊരു 2050, 60 കാലഘട്ടം വരേണ്ടി വരും. ഈ സമയത്തും ആ പഴയ ആചാരങ്ങൾ മുറുക്കെ പിടിക്കുന്നവർ തന്നെയാണ് നമ്മളിൽ ഓരോരുത്തരും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ മതിൽക്കെട്ടുകൾ തീർത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. അതൊന്നും ആരും ഇല്ലാതാക്കിയിട്ടില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, അവരിപ്പോൾ ആഘോഷിക്കുന്നതിനിടയിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ കുറച്ച് ദിവസം വിളിക്കരുത്, കള്ളത്തരത്തിൽ പ്രണയിക്കുന്നവരാണെന്നാണ് 7 സോർട്സ് പറയുന്നത്. ഒരു കള്ളൻ്റെ മുഖം മൂടി വെച്ച ആളുടെ മുഖമാണല്ലോ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ തരികട കാണിക്കുന്ന ഒരാളും ആവാം നിങ്ങളുടെ പങ്കാളി. ചില കള്ളത്തരങ്ങൾ നിങ്ങളോട് പറയുന്ന ആളും ആവാം. അതൊക്കെ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട്, സംശയമാവുന്നുണ്ട്, ട്രോമയാവുന്നുണ്ട്. അല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള കള്ളത്തരങ്ങളൊന്നല്ല അയാൾ പറയുന്നത്. അയാൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കുക, ചിലപ്പോൾ മദ്യപിക്കുക, പുകവലിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവും നിങ്ങളോട് കള്ളത്തരം പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ എപ്പോഴും ബിസി ആയിരിക്കാം. 2 തവണ വിളിച്ചു, 3 തവണ വിളിച്ചു, 4 തവണ വിളിച്ചു, അങ്ങനെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും തോറും നിങ്ങളുടെ ടെൻഷൻ കൂടുന്നു. അതാണ് 10 സോർട്സ് പറയുന്നത്. നിങ്ങൾ വിരഹത്തിലേക്ക് പോകുന്നു. അതാണ് സന്യാസി പറയുന്നത്. അവരാണെങ്കിൽ കള്ളത്തരം കാണിച്ചിട്ടാണ് ഫോൺ എടുക്കാത്തത്. അവരാഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി കറങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പുറത്തൊരു പുരുഷനാണെങ്കിൽ, പെൺകുട്ടികൾ ഇപ്പോൾ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അവരാഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതോടുകൂടി ഞങ്ങൾ തളർന്ന് തകർന്ന് വീണു. അതാണ് 10 സോർട്സും 7 സോർട്സും തമ്മിലുള്ള അന്തരം. ഒന്ന് വീണ് കിടക്കുന്ന ഒരാൾ, മറ്റേത് കള്ളം പറയുന്ന ഒരാൾ. അതാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്വഭാവ സവിശേഷതകൾ ഇവിടെ പറയുന്നത്. അയാൾ എന്തും വളരെ മനോഹരമായിട്ട് കള്ളം പറയുന്ന ആളാണ്. പറയുന്നതില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ കാർഡുകൾ അത്രയും പവർഫുള്ളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് പല കാര്യങ്ങളും അയാൾ കള്ളം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ലവ് കാർഡ് വന്നതുകൊണ്ട് തന്നെ മാറോട് ചേർന്ന് നിൽക്കുകയാണ്. രണ്ടുപേരും പ്രണയത്തിൻ്റെ കാര്യത്തിൽ കള്ളത്തരമില്ല, ബാക്കി എല്ലാ കാര്യത്തിലും കള്ളത്തരാണ്. വടക്കോട്ടെന്ന് പറഞ്ഞാൽ തെക്കോട്ട് പോണ ആളാണ്. ആരോടും ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ അവിടെ പോവില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നായിരിക്കുക വിളിച്ച് പറയുന്നുണ്ടാവുക, ഞാൻ നീ പറഞ്ഞോടത്തൊന്നും പോവില്ല എന്ന്. ഇപ്പം മനസ്സിലായോ? അവർ നിങ്ങൾ എന്ത് വേണ്ടാന്ന് പറഞ്ഞോ അതന്നെ ചെയ്യുന്ന ആളാണ്. എന്നാൽ 7 എന്ന നമ്പർ മിസ്റ്ററിയാണ്, നിഗൂഢമാണ്. എങ്കിലും സോളുകളുടെ കണക്ഷനാണ് എന്ന് പറയുന്നത്. നിങ്ങളുടേത് സോളുകളുടെ ബന്ധമാണ്. അത് തന്നെയാണ് ലവ് കാർഡും പറയുന്നത്, 7 സോർട്സും പറയുന്നത്. അവർ കള്ളത്തരം പറയുന്നുണ്ട്, മനോഹരമായിട്ട് വഞ്ചിക്കുന്നുണ്ട്, ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ വരുതിയിൽ നിൽക്കുന്ന ആൾ, നിങ്ങളുടെ വേലിക്കട്ടിനകത്ത് നിൽക്കുന്ന ആൾ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭയങ്കര പട്ടാളച്ചിട്ടയിലൊന്നും പെരുമാറുന്ന ആൾ ഒന്നുമല്ല. അലസനാണ്, മടിയനാണ്, കള്ളത്തരം പറയുന്ന ആളാണ്, എപ്പോഴും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ്, ആഡംബര പ്രിയമുള്ള ആളാണ്. നിങ്ങളെ വിശ്വസിപ്പിക്കും, ഞാൻ നീ പറയുന്നത് പോലെ തന്നെ ചെയ്യുള്ളൂ, നീ പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറയും. അതിന് നേരെ വിപരീതം ചെയ്യും. അതാണ് ആളുടെ തകരാറായിട്ട് ഇവിടെ പറയുന്നത്. നെഗറ്റീവ് സ്വഭാവമാണത്. ഒരാളോട് വാക്ക് കൊടുക്കുക, ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് പറയുക, എന്നിട്ട് നേരെ പോകുന്നത് അവിടേക്കായിരിക്കുക. ഞാൻ അവരോട് സംസാരിക്കില്ല എന്ന് പറയുക, എന്നിട്ട് നേരെ പോകുന്നത് അവരോട് സംസാരിക്കാനാവാം. ഇതുപോലെ ഒരു വിചിത്രമായ സ്വഭാവം ഈ വ്യക്തിക്കുണ്ട്. മുഖം മൂടി വെച്ച് പെരുമാറുക, ഇരട്ടമുഖം കാണിക്കുക, മാസ്ക് വെച്ച് പെരുമാറുക എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് അതിൽ. നിങ്ങളോട് ഈ കാണിക്കുന്നതെല്ലാം മുഖം മൂടിയാണ്. ആൾ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. കള്ളത്തരം നല്ല പറയുന്ന കാർഡാണ് 3 കപ്പ്. കള്ളത്തരം മാത്രമേ കാണിക്കൂ, മനോഹരമായി അഭിനയിക്കും എന്ന് പറയുന്ന കാർഡാണ് 7 സോർട്സ്. പിന്നെ എങ്ങനെ ഞാൻ ആ വ്യക്തി വളരെ നല്ലവനാണ്, സത്യസന്ധനാണ്, നിങ്ങൾ പറയുന്നതിന് അപ്പുറം ഇല്ല എന്നൊക്കെ പറയുക, അതൊന്നല്ല ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ രണ്ടുപേരുടെ ആത്മാക്കളുടെ ബന്ധമാണെന്ന് പറഞ്ഞു. ആ വ്യക്തി കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് അത് മനസ്സിലാവും. നിങ്ങൾ അഭിനയിക്കുകയാണ്, അവരും അഭിനയിക്കുകയാണ്. അവർ നല്ലവനാണെന്ന് നിങ്ങളോട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലവനല്ലാന്നും കുറച്ച് കള്ളത്തരം ഉണ്ടെന്നും നിങ്ങൾക്കറിയുമെങ്കിലും നിങ്ങളും അത് ശരിവെക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. എന്നാൽ അത് പറഞ്ഞോട്ടെ, ഞാനതങ്ങ് അംഗീകരിക്കുക എന്ന് പറഞ്ഞ് സ്വയം ഒരു വിക്ടിം ആവുകയാണ് നിങ്ങളിവിടെ. ഇത്രയും വലിയ വാക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് മൗനമായി സഹിക്കുക, അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ അവരുടെ ഒരു അടിമയോ അല്ലെങ്കിൽ ഒരു ഇരയോ തന്നെയല്ലേ. ഈ പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയല്ലേ അവർ എന്നാണ് ചോദിക്കാനുള്ളത്. എന്നാൽ പ്രണയത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും സോളുകളുടെ അടുപ്പാണ്. ആ അടുപ്പാണ് ഇവിടെ കുഴപ്പമായിരിക്കുന്നത്. അവരെന്ത് കള്ളത്തരം കാണിച്ചാലും നിങ്ങൾ മനസ്സിലാക്കും. ഈ സോൾ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഇത്തരം പെരുമാറ്റങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ അവരെ കിട്ടുന്നില്ല.
പലപ്പോഴും അവർ തിരക്കഭിനയിക്കുകയാണ്. പലപ്പോഴും അവർ മറ്റുള്ളവരുമായി ആഘോഷിക്കുമ്പോഴാണ് നിങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനഃപൂർവ്വമല്ല. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഇത്തിരി ആഡംബരപ്രിയം കൂടുതലാണ്. എൻ്റെ ഇഷ്ടം പൊന്നിഷ്ടം എന്നുള്ള ആളാണ്. അവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ പാടില്ല. പ്രണയത്തിൽ പങ്കാളിയുടെ ഇഷ്ടം കൂടി കുറച്ച് നോക്കണം. അത് നോക്കാത്ത ആളാണ്. അതൊരു കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ തനിച്ചാണെന്ന തോന്നലാണ്. കുരുടന്മാർ മുന്നോട്ട് പോകുന്നത് പോലെയാണ് ഈ പ്രണയത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തട്ടിത്തടഞ്ഞ് തപ്പിപ്പിടിച്ച് പോവുക എന്ന് പറയില്ലേ. കയ്യിൽ വിളക്കുണ്ടായിട്ട് കാര്യമില്ല. കണ്ണ് കാണുന്നില്ല നിങ്ങൾക്ക്. ആ കണ്ണ് കാണായ്മ എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമായിരിക്കും, പക്ഷെ അവർ പിടിതരില്ല. ഇങ്ങനെ തെന്നി മാറി പോകുന്ന ഒരു സ്വഭാവമാണ്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് 3 കപ്പ് 7 സോഡ്സും കൂടി വരുന്നത്. ചില കോമ്പിനേഷനുകൾ വന്ന ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കുമെന്നേ പറയാൻ പറ്റൂ. ചില പ്ലാനറ്റുകൾ വന്നു കഴിഞ്ഞാൽ തീയും വെള്ളവും കൂടി ചേരുമോ? ഇല്ല. വെള്ളം വന്നു കഴിഞ്ഞാൽ തീ കെടും. ഇനി അഗ്നിയും തീയും കൂടി ചേരുമോ? ആളിക്കത്തും. ഇതുപോലെയുള്ള പ്ലാനറ്റുകളാണ് ഓരോ കാർഡിലും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്. കള്ളത്തരം പറയുന്നു, കള്ളത്തരം കാണിക്കുന്നു, നിങ്ങളെ മനോഹരമായി വഞ്ചിക്കുന്നു. അത് പ്രണയത്തിൻ്റെ കാര്യത്തിലല്ല, ബാഹ്യമായ എല്ലാ കാര്യത്തിലും കള്ളത്തരാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ നിങ്ങൾ കുരുടന്മാരുടെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രണയത്തിൽ അന്ധന്മാരാണ് എന്ന് പറയുന്നത്. പ്രണയത്തിൽ ഒരു വെളിച്ചില്ല. ഇവരെന്നെ എല്ലാ കാലത്തും നോക്കുമെന്ന തോന്നൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്നോട് ഒരു കള്ളത്തരവും കാണിക്കില്ല, സത്യസന്ധരാണ്. ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് കണ്ണിന് വെളിച്ചമുണ്ടാവുക. ഇയാളെ എപ്പോഴും പിടിതരാതെ 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 20 കൊല്ലമായിട്ട് അയാളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒരിക്കലും നിങ്ങൾക്ക് അയാൾ ഇന്ന തരാണെന്ന് പിടികിട്ടാതിരിക്കുക. ഇതൊക്കെ ഒരു നിഗൂഢമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മിസ്റ്ററി വന്നിട്ടുള്ള ലവ് എന്ന് പറയുന്നത്. പ്രണയത്തിലെ നിഗൂഢതകളാണ് 7 സൂട്ട്സ് 3 കപ്പ് കാണിച്ചിരുന്നത്. കള്ളത്തരം പറയും, കള്ളത്തരം കാണിക്കും. നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞിടത്ത് പോവും. നിങ്ങൾ ആരെങ്കിലുമായിട്ട് കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് തന്നെ കൂട്ടുകൂടും. അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ആത്മാക്കളിങ്ങനെ മാറോട് ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ കള്ളത്തരം കാണിച്ചാൽ നിങ്ങൾക്കും, നിങ്ങൾ എന്തെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവും എന്നാണ് പറയുന്നത്. പക്ഷെ അവരത് അഭിനയിക്കില്ല. അവർ മുഖംമൂടി വെച്ചാണല്ലോ പെരുമാറുന്നത്. ഇനി വന്നിരിക്കുന്ന ലവ് കാർഡാണ്. മാറോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇനി ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നത് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് നിൽക്കുന്ന ഡെത്ത് കാർഡാണ്. നിങ്ങളുടെ അവസ്ഥ അതാണ്. നിങ്ങളുടെ മിഴികൾ തോരുന്നേയില്ല. നിങ്ങളുടെ കണ്ണ് എപ്പോഴും കലങ്ങിക്കൊണ്ടാണ്. ഒരു നേരം സന്തോഷം തന്നാൽ അടുത്ത നേരം നിങ്ങൾക്ക് ദുഃഖം തരുന്ന ഒരു പെരുമാറ്റമാണ് ഇയാൾക്ക്. അങ്ങനെയുള്ള പെരുമാറ്റം കാരണം എപ്പോഴും നിങ്ങൾ കൺഫ്യൂഷനിലാണ്. നിങ്ങളോട് മാത്രം അന്തർമുഖനാണ്. ഇവിടെ അഹങ്കാരിയായ രാജാവ് വന്നു കഴിഞ്ഞു. ജലസാണ് ഇവിടെ. ഈഗോ കൂടുതലുള്ള രാജാവാണ്. കള്ളത്തരം കൂടുതലുള്ള രാജാവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ മാറുന്നില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ മാറുന്നില്ല. പ്രണയത്തിലൊരു സന്തോഷം കിട്ടുന്നേയില്ല. ട്രോമയാണ്. എന്നാൽ അവരുടെ ഒരു കാര്യവും മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ എല്ലാ കാര്യവും അവരോട് പറയണം. നിങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല. അതിന് ഭയങ്കര കൺട്രോളാണ്. അതാണ് ഈ രാജാവ് പറയുന്നത്. നിങ്ങൾക്ക് ആനയ്ക്ക് തോട്ടി വെച്ച പോലെയാണ്. ആരോടാ സംസാരിച്ച്, എവിടെയാണ് പോയത്, ആരാ നിങ്ങളുടെ കൂട്ടുകാർ, ഫോണൊക്കെ വാങ്ങി നോക്കുക, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു രഹസ്യം അവരുടെ മുന്നിൽ പാടില്ല. പക്ഷെ അവരുടെ എല്ലാ കാര്യവും കള്ളത്തരാണ്. അതുപോലൊരു പെരുമാറ്റം ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ട്. ഇതിന്ന് മാറിപ്പോയാലോ എന്ന് തോന്നുന്നുണ്ട്. അതാണ് 5 പെൻറ്റക്കിൾ പറയുന്നത്. എപ്പോഴും ഒരു അനാഥത്വ അരക്ഷിതാവസ്ഥയാണ് നിങ്ങൾ ഈ പ്രണയത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സോൾ കണക്ഷനാണ്, ആത്മാക്കളുടെ ബന്ധമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നേയില്ല ഈ പ്രണയത്തിൽ. എന്നാൽ ഇതൊന്ന് മാറിപ്പോവാ എന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കുന്നില്ല. അത് നിങ്ങളുടെ മനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവോ ആണ് സമ്മതിക്കാത്തത്. അങ്ങനെ സഹിച്ചങ്ങ് മുന്നോട്ട് പോകുന്ന ഒരു പ്രണയമാണ് കാണുന്നത്. എന്നാൽ ഇവിടെ എസ് എന്ന കാർഡാണ് 2 എണ്ണം വന്നിരിക്കുന്നത്. 2 കാർഡിലും ഒന്ന് ക്യൂൻ ഓഫ് കപ്പാണ്, ഒന്ന് ടോറസാണ് നിൽക്കുന്നത്. അതും എസ് തന്നെയാണ്. 2 കാർഡും പറയുന്നു നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ കാര്യമായിട്ടൊന്നും വഞ്ചിക്കുന്നില്ല. ഒരു തേർഡ് പാർട്ടിയിലേക്കല്ല അവർ പോയിരിക്കുന്നത്. ഇത് പോസിറ്റീവ് മെസ്സേജാണ്. അവരിങ്ങനെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ആഡംബരപ്രിയ ടോറസ് അതാണ് പറയുന്നത്. ആഡംബരപ്രിയാണ്. കുറച്ച് ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. സോളുകളുടെ ബന്ധമാണ്. നിങ്ങളെ പറ്റിക്കുന്നത് ഒരു സന്തോഷമായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പറ്റിക്കുമ്പോൾ അതൊരു ആസ്വാദനമായിട്ട് തോന്നുന്നു. അത് നിങ്ങൾക്ക് വേദനയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതാണ് സംഭവം. അങ്ങനെ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ആസ്വാദനത്തിൽ അവർ പോവുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും കണ്ണു കാണാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. ഇതെപ്പോൾ വേണമെങ്കിൽ അവസാനിക്കാം, ഇതെപ്പോൾ വേണമെങ്കിൽ എനിക്ക് വേണ്ടെന്ന് വയ്ക്കാം എന്ന തോന്നൽ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നു. ഇവിടെ 6 പെൻറ്റക്കിളാണ്. കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, വാങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
തിരിച്ച് വല്ലപ്പോഴെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ തന്നെ പഴിക്കില്ലേ, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ പഴിക്കില്ലേ? അത് തന്നെയാണ് 10 സോർട്സ് പറയുന്നത്, ട്രോമ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രണയത്തിൽ മൊത്തത്തിൽ കിട്ടുന്നത് ട്രോമയാണ്. എന്നാൽ ഇവിടെ കുറേ കാർഡുകൾ എസ് എന്നാണ് പറയുന്നത്. 6 പെൻറ്റക്കിൾ എസ് എന്നാണ് പറയുന്നത്, ലവ് കാർഡ് എസ് എന്നാണ് പറയുന്നത്, 2 എസ് കാർഡ് വന്നിട്ടുണ്ട്. ഇനി റീയൂണിയൻ അല്ലെങ്കിൽ റീബർത്ത് എന്നാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഇങ്ങനെ കരഞ്ഞ് കലങ്ങി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, മറ്റൊരാളെ സ്നേഹിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ദുഃഖിക്കുന്നത്? അവരുടേതായ ചില കാര്യങ്ങൾ കള്ളത്തരം കാണിക്കുന്നു എന്നേ ഉള്ളൂ. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഹാപ്പിയല്ല, ഒട്ടും തന്നെ ഹാപ്പിയല്ല. അതാണ് ഇവിടെ കാണുന്നത്. അവർ സന്തോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടത്തിലാണ്. അതാണ് ഇന്ന് വന്നിട്ടുള്ള എനർജി. ഡെഫിനിറ്റീവ് പെയിൻഫുൾ എൻഡിങ് എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ നിർണായകമായ വേദനയോടുകൂടിയ ഒരു എൻഡിങ് ആവശ്യമാണോ? ഇതാണ് ഡെത്ത് കാർഡ് ചിന്തിക്കുന്നത്. എൻഡിങ് ചാപ്റ്റർ, അവസാനിക്കുന്ന അധ്യായം. ഈ പ്രണയം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതാണ്, ഹെർമിറ്റിൽ ചിന്തിക്കുന്നതാണ്. ഫോഴ്സ്ഡ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്, നിർബന്ധപൂർവ്വം ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടോ? എന്നെ അകറ്റാൻ വേണ്ടിയാണോ ഇത് കാണിച്ചു കൂട്ടുന്നത്? ഞാൻ നിർബന്ധപൂർവ്വം ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോവാനാണോ ഇത്തരം പെരുമാറ്റം എന്നോട് പെരുമാറുന്നത്? ഷെഡിങ് ഓഫ് ദി പാസ്റ്റ് എന്ന് പറയുന്നുണ്ട്, ഭൂതകാലത്തിൻ്റെ നഷ്ടം എന്ന്. അപ്പോൾ ഇന്ന് ചിന്തിക്കുകയാണ്, ഇന്നലെകൾ, നിങ്ങളുടെ ഇന്നലെകൾ, ആ പ്രണയത്തിൻ്റെ ഇന്നലെകൾ നഷ്ടമാവുകയാണ്. ഇതൊക്കെ ഹെർമിറ്റ് ചിന്തിക്കുന്നതാണ്. ഹെർമിറ്റിന് ചില സമയത്ത് തോന്നുന്നുണ്ട് ഹിഡൻ ട്രൂത്ത്, മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടോ, ഇനി ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഞങ്ങളുടെ ബന്ധത്തിലുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹെർമിറ്റിന് കണ്ണു കാണാത്തത്. ഫിയർ ഓഫ് റിജക്ഷനാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ നിരസിക്കുമെന്ന പേടി കാരണമാണ് നിങ്ങളിതൊന്നും അവരോട് നേരിട്ട് ചോദിക്കാത്തത്. ഭയന്നിട്ട് അവരോടൊന്നും ചോദിക്കുന്നുമില്ല, എന്നാൽ നിങ്ങൾ ട്രോമ അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പല കാർഡുകളും പറയുന്നത്. സ്നീക്കി ഗെയിമാണ് ഇവിടെ പറയുന്നത്. അയാൾ പല കള്ളത്തരങ്ങളും കാണിക്കുന്നുണ്ട്, നിങ്ങളെ പറ്റിക്കുന്നുണ്ട്, കബളിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടുള്ള ട്രോമയാണ് 10 സോർട്സ് പറയുന്നത്. എന്നാൽ ഇവിടെ അത്രത്തോളമൊന്നും അയാൾ നെഗറ്റീവ് ക്യാരക്ടറല്ല. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ചില കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇത്രയും ട്രോമ തരുന്ന വിധത്തിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറൊന്നുമല്ല അവർ. നിങ്ങൾക്ക് അവർ അകന്നു പോയാലോ, നിങ്ങളെ തെറ്റിദ്ധരിച്ചാലോ, കൈയൊഴിഞ്ഞാലോ എന്നൊക്കെ പേടിച്ച് പല കാര്യങ്ങളും നിങ്ങൾ തുറന്നു ചോദിക്കാൻ പേടിക്കുന്നവരാണ്. അത് വേണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. എന്ത് മനസ്സിൽ തോന്നിയാലും അത് ചോദിച്ച് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ കൊന്നുകൊണ്ടിരിക്കും ആ കാര്യം. അതാണ് 10 സോർട്സ് പറയുന്നത്. നിങ്ങളിങ്ങനെ ഇഞ്ചിച്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വയം ട്രോമ സഹിക്കുന്ന ഒരാളെയാണ് ഇപ്പുറത്ത് കാണിക്കുന്നത്, അപ്പുറത്ത് കുറച്ച് കള്ളത്തരമുള്ള ആളെയാണ് കാണിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾ നല്ല വ്യക്തിയാണെന്നൊന്നും പറയുന്നില്ല, നന്നല്ല എന്നും പറയുന്നില്ല. അയാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അയാളുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായി നിങ്ങളോട് പറയില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് അറിയും വേണം. അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള വ്യക്തിയാണ്. ഇതുപോലെയാണോ നിങ്ങളുടെ കാമുകനോ കാമുകിയോ എന്ന് മനസ്സിലാക്കുക. പാർട്ട്നേഴ്സ് ആർ നോട്ട് ഷോയിങ് ദെയർ ട്രൂ ഫീലിംഗ് എന്നാണ് ഇവിടെ ഒരു വാക്കായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് കള്ളത്തരം കാണിക്കുന്നു. നിങ്ങൾക്ക് അവരെ സംശയമുണ്ട്, എന്നിട്ട് നിങ്ങളും കള്ളത്തരം കാണിക്കുന്നു. ചോദിച്ചാൽ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള പേടി നിങ്ങൾക്കും, അവരുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞാൽ നിങ്ങൾ അകന്നു പോകുമെന്നുള്ള പേടി അവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചോദിക്കാത്തത്. ഇപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ഇതിനെയാണ് ഞാൻ ഇത്രയും നേരം വിവരിച്ച് തന്നത്. എന്നാൽ എസ് എന്ന കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു പ്രണയ ജീവിതം അടുത്ത് തന്നെ ഉണ്ട്, എന്നിട്ട് രണ്ടുപേരും 2 തരത്തിൽ വേദനിക്കുകയാണ്. അവർക്ക് അവരുടെ തനി സ്വഭാവം അറിഞ്ഞിട്ട് നിങ്ങൾ അകന്നു പോയാലോ എന്നുള്ള പേടി ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ചാൽ അകന്നു പോകുമെന്നുള്ള പേടിയും കൊണ്ട് പ്രണയത്തിനെ വിഷലിപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്നിട്ടും അത് വിഷലിപ്തമാക്കുന്നത് നിങ്ങളുടെ തകരാറല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് പറയാം. 3 കപ്പ്, വല്ലപ്പോഴും മാത്രമേ സത്യം പറയൂ. ട്രയാങ്കിൾ ലവ്, വേറൊരാളോട് പ്രണയമുണ്ട്. 7 സൂട്ട്സ്, കള്ളത്തരം മാത്രം കാണിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളതിൽ പെട്ടുപോയി. 5 പെൻറ്റക്കിൾ പറയുന്നു. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് മാറിപ്പോണ്ടി വരും, കാരണം അവിടെ മറ്റൊരാളുണ്ട്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തനിച്ച് യാത്ര ചെയ്യേണ്ട ആളാണ്. ലവ് കാർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ എൻഡായി. 6 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഊറ്റിയിട്ടുണ്ട്. കിങ് വാണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഭയങ്കരമായൊരു നെഗറ്റീവ് സ്വഭാവമാണ്. 10 സോർട്സ് എന്ന് പറഞ്ഞാൽ അവർ പുതിയ പ്രണയത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾ തകർന്നു വീണു എന്നാണ്. ക്വീൻ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് പങ്കാളി ഉണ്ടാവാം എന്നാണ്.
ടോറസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹമ്മതിയുള്ള ആളാണ്. ഇങ്ങനെ പറഞ്ഞാൽ അറിയോ? ആ വാക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കില്ല. ഈഗോ ഉള്ള ആളാണ് എന്ന് മനസ്സിലാക്കുക. അഹങ്കാരമുള്ള ആളാണ്. ഇതൊക്കെയാണ് ആ വാക്കാണ് വായിൽ വന്നത്, അത് പറഞ്ഞതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓരോ ഭാഗത്ത് ഓരോ വാക്കുകളാണല്ലോ പറയുക. ഭയങ്കര തണ്ട് കാണിക്കുന്ന, മറ്റുള്ളവരെ അനുസരിക്കാത്ത, ഈ ശാഠ്യങ്ങളൊക്കെ കാണിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലുള്ള ഒരാളാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങളിങ്ങനെ ട്രോമയിൽ കിടക്കാതെ എസ്സിലേക്ക് വരാനാണ് പറയുന്നത്. തളർന്ന് നിന്നിട്ട് എന്താ കാര്യം? നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ ആളുടെ പുറകെ പോയിട്ട് എന്താ കാര്യം? അവർ പോട്ടെ എന്ന് അങ്ങനെ വിചാരിക്കുക. ഇതൊക്കെയാണ് ഇന്ന് നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകൾ തരാനുള്ളത്. ഇതിൽ കൂടുതൽ ഏതെങ്കിലും അറിയണമെങ്കിൽ എന്നെ സമീപിക്കുക. ഇവിടെ എൻ്റെ ചാനൽ സ്ഥിരമായി കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന്. താഴെ കമൻറ്റും ഇടുന്നുണ്ട് ആൾക്കാർ. തീപ്പൊള്ളൽ എന്ന് പറയുമ്പോൾ തീപ്പൊള്ളി എന്ന് പറയുന്നുണ്ട്. വെള്ളത്തിലെ അപകടം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു ആൾ എഴുതിയിരിക്കുന്നു, ബൈക്ക് വെള്ളത്തിലേക്ക് മറിഞ്ഞിട്ട് അയാൾ മരിച്ചുപോയി എന്ന് പറയുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ പറയുന്നത് നടക്കുന്നു എന്ന് പറയുന്നു. ഞാൻ തന്നെ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. വിഷു ദിവസം ഡെത്ത് കാർഡ് വന്നിട്ട് ഞാനത് മാറ്റി വീണ്ടും ഡെത്ത് കാർഡ് വന്നപ്പോൾ വിഷുപ്പടക്കം പൊട്ടിയിട്ടാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. അത് എനിക്ക് കാണിച്ചു തന്നതാണ്. അങ്ങനെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നു? പാമ്പ് കടിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ന്യൂസിൽ കാണാറുണ്ട്. അതൊന്നും ഞാൻ നിങ്ങളോട് പറയാറില്ല, നടന്നു എന്ന് പറയാറുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇന്നിവിടെ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, മറ്റൊരു കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ബ്ലഡ് ലോസ്, ആക്സിഡൻറ്റ്, മരണം എന്നാണ്. ഇത് മൂന്നുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പറയാൻ തന്നെ പേടിയാവുന്നു. വണ്ടി എടുത്ത് പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിത് എടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഭൂമിയിലുണ്ട്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി കുറച്ച് മോഷണം പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. മോഷണം വന്നിട്ടുണ്ട്, ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട്, മരണം വന്നിട്ടുണ്ട്, രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയൊക്കെയാണ് എനിക്കിവിടെ എനർജി വന്നിരിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എനിക്കറിയില്ല. ഇവിടെ കാണിച്ചത് ഞാൻ പറയുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് കേൾക്കുന്നവർ, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടെ കാർഡുകളുടെ പവർ ഇനിയും ഞാൻ പറയണ്ടല്ലോ. വേണമെങ്കിൽ ഇവിടെ വരിക. ഇവിടെ കിട്ടുന്നത് എന്താണോ അത് അതേപോലെ പറയും. കാരണം ഇവിടെ ഭഗവാനാണ് നിങ്ങൾക്ക് മെസ്സേജുകൾ തരുന്നത്. അതെനിക്ക് ഒളിക്കാനും മറക്കാനും ഒന്നും പാടില്ല. അത് പിന്നെ എനിക്ക് ദോഷമായി മാറും. നിങ്ങളെ സന്തോഷിപ്പിക്കാനും പറ്റില്ല, നിങ്ങളെ ദുഃഖിപ്പിക്കാനും പറ്റില്ല. ഇവിടെ എന്ത് പറയുന്നു അത് ഞാൻ തരും. വേണമെങ്കിൽ സമീപിക്കുക. ഫീസും കാര്യങ്ങളൊക്കെ 2 മെസ്സേജുകൾക്ക് അപ്പുറം പറയും. ഇവിടെ ഒരു ഡിവൈൻ എനർജി ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് വെറുതെ റീഡിങ് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വാട്സപ്പിൽ വരുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ ജീവിക്കുന്നത് വാടക കൊടുത്താണ്. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിനെല്ലാം പണം മുടക്കണം. പിന്നെ ഞാൻ ഈ പഠിച്ച കാര്യം നിങ്ങൾക്ക് വെറുതെ ചെയ്തു തരണം എന്നുള്ള അത്യാഗ്രഹമായിട്ട് വരാതിരിക്കുക. ഞാനൊരു ചെറിയ ഫീസ് ഇവിടെ പറയുന്നുണ്ട്. 2 ചോദ്യമുള്ളൂ, 1 ചോദ്യമുള്ളൂ, ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. 3 ചോദ്യമാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കൂ. അതെൻ്റെ ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗമാണ്. അത് മനസ്സിലാക്കുക. ഇവിടെ റീകൺസിലേഷൻ വന്നിട്ടുണ്ട്. മറ്റുള്ളവർ പറയുന്ന പോലെ ഉടായിപ്പല്ല ഇവിടെ പറയുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ഇവിടെ കണ്ണനും രാധയും വന്നിട്ടുണ്ട്. ഫീസ് തരണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മെഡിറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാസാവസാനമായ എന്തെല്ലാം ചിലവുകളാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമുക്കൊരു വരുമാനം വേണ്ടേ? അത് തരാതെ വെറുതെ കാര്യം നടക്കുമെന്നും പറഞ്ഞ് വന്നാൽ എനിക്കൊരു ചോദ്യമുള്ളൂ, 2 ചോദ്യമുള്ളൂ, ഇങ്ങനെ പറഞ്ഞ് വരാതിരിക്കുക. എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളേ ഉള്ളൂ. എത്ര പറഞ്ഞാലും ഒരു നാണവും ഇല്ല. അതും പറയാം. വാട്സപ്പിൽ വരിക, കെഞ്ചാൻ തുടങ്ങുക. നാണം കെട്ട ആളുകൾ. എന്നാൽ നേരാവണ്ണം വന്ന് പണമടച്ച് റീഡിംഗ് എടുക്കുന്ന എല്ലാ നല്ലവരായ ആളുകൾക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നെല്ലും പതിരും എല്ലായിടത്തും ഉണ്ടല്ലോ. ഇതുപോലെ ആരെയാണ് മുതലെടുക്കേണ്ടത്, ആരുടെ മണ്ടയ്ക്കാണ് വളകരയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് ചില ആൾക്കാർ നടക്കുന്നുണ്ട്. ദയവായി എന്നെ തിരഞ്ഞെടുക്കാതിരിക്കുക. അതിൻ്റെ ദുരനുഭവം നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചോറ് ഭഗവാൻ കൊണ്ടുവന്നതില്ല. അതിനൊരു വഴി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലതുപോലെ ജ്യോതിഷം പറയാൻ അറിയുന്ന ഒരാളാണ് ഞാൻ. അത് പറഞ്ഞു കൊടുത്ത് ആരെയും പറ്റിക്കാതെ മിനിമം ഒരു തുക ഞാൻ വാങ്ങിയിട്ട് അങ്ങനെ ജീവിക്കാനാണ് എന്നോട് പറയുന്നത്. അവിടെ വന്നിട്ടാണ് എങ്ങനെയാണ് പാര വയ്ക്കേണ്ടതെന്ന് പറഞ്ഞ ആളുകൾ ഇരിക്കുന്നത്. ദയവായിട്ട് ഞാനിവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കിയാലോ. ചില ആൾക്കാർ ഇറിറ്റേഷനായി മാറുകയാണ്. നല്ലൊരു 8-10 എണ്ണം വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് പോയി. എന്നാൽ നല്ല രീതിയിൽ റീഡിങ് എടുത്തവരും കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇന്നലെ. അവരെ അതിന് സമ്മതിക്കാതെയാണ് ഇവർ വന്നിട്ട് മെസ്സേജ് അയച്ച് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഹെൽത്ത് കരിയർ. ഇവിടെ ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകൾ, സ്ത്രീകളിലെ അമിത ആർത്തവം, സ്കിന്നിൻ്റെ അലർജി, പക്ഷാഘാതം,
ന്യൂമോണിയ, ചുമ, ബോഡി പെയിൻ, പനി ഇതൊക്കെയാണ് പറയുന്നത്. ജോലി വന്നിരിക്കുന്നത് കര, നാവിക, അഗ്നി, വായു സേനകൾ വന്നിട്ടുണ്ട്. അധ്യാപകർ വന്നിട്ടുണ്ട്, ഹോട്ടൽ വന്നിട്ടുണ്ട്, ഭൂമി സംബന്ധമായ ജോലി, ഇന്ത്യക്ക് വെളിയിലെ ജോലി. പൊതുവായ കാര്യങ്ങൾ പറയുന്നത് ഒരു മരണം കേൾക്കും, ഒരു ആക്സിഡൻറ്റ് കേൾക്കും, ബ്ലഡ് ലൂസ് വന്നിട്ടുണ്ട്, കളവ് നടക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നെഗറ്റീവ് മെസ്സേജുകളാണ്. എന്നാൽ നിങ്ങൾക്ക് റൊമാൻറ്റിക്കായൊരു മെസ്സേജ് വരും എന്ന് പറയുന്നുണ്ട്. റീകൺസിലേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് ഇന്ന് നിങ്ങളെ കാണാൻ വരുമെന്ന് പറയുന്നുണ്ട്. കുറച്ച് ധനം കയ്യിൽ വന്ന് ചേരുമെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് നഷ്ടം വരാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ 3 ചോദ്യം മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കൂ. അതിന് 1000 രൂപയാണ് ഫീസ്. അത് പല വിഷയത്തിൻ്റെ 3 ചോദ്യമല്ല, ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം. ലവ് ആണെങ്കിൽ അതിനെക്കുറിച്ച്, ഹെൽത്ത് ആണെങ്കിൽ അതിനെക്കുറിച്ച്, വേറെ എന്താ വിഷയം അതിനെക്കുറിച്ച് മാത്രം 3 ചോദ്യം ചോദിക്കുക. നിങ്ങൾ വരുന്നു, ഡീറ്റെയിൽ മേടിക്കുന്നു, അതിനുശേഷം ക്യാഷ് അടച്ച ശേഷം മാത്രം മെസ്സേജ് അയക്കുന്നു. ആദ്യം നിങ്ങളൊരു ഹായ് മാത്രമേ അയക്കാൻ പാടൂ. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ തരും. എന്നിട്ട് നിങ്ങൾക്ക് റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ക്യാഷ് അടയ്ക്കുക. എന്നിട്ട് ഞാൻ പറയും വിളിച്ച് സംസാരിച്ചോളാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം എന്നോട്. അത് വാട്സപ്പ് കോളാണ്, നോർമൽ കോൾ കണക്റ്റ് ആവില്ല. എന്നിട്ട് സംസാരിച്ച ശേഷം ഞാൻ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിങ് തന്നിരിക്കും. ഇതാണ് എൻ്റെ രീതി. തിരക്കാണെന്ന് പറയില്ല. 4 ദിവസം കഴിഞ്ഞ് സൈറ്റിൽ നിന്ന് എടുത്ത് തരില്ല. കള്ളത്തരം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കില്ല. ഇവിടെ എന്താണോ കിട്ടുന്നത്, ഭഗവാൻ എന്താണോ തരുന്നത് അത് തന്നെയാണ് തരുന്നത്. ഇനി പരിഹാരം വേണമെങ്കിൽ വെറും 500 രൂപ അധികം അടയ്ക്കുക. അപ്പോൾ ചില ആളുകൾ വന്നിട്ട് പരിഹാരം മാത്രം ചോദിക്കാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ റീഡിങ് എടുത്താൽ മാത്രമേ പരിഹാരം പറഞ്ഞു തരൂ. അപ്പോൾ 2നും കൂടിയുള്ള തുക അടച്ചാൽ മാത്രമാണ് 2ഉം കൂടി നടക്കുള്ളൂ. ഇതൊക്കെയാണ്. വീണ്ടും വീണ്ടും പറഞ്ഞാലും പിന്നെയും വാട്സപ്പിൽ വന്ന് എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആൾക്കാരുണ്ട്. ഇന്നലെ ഒരു ലേഡി വന്നിട്ട് ഞാൻ അവർക്ക് എൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം ഡീറ്റെയിൽ കൊടുത്തു. അപ്പോൾ ഇവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ക്യാഷ് അടച്ചോട്ടെ എന്ന്. അപ്പോൾ അടച്ചോളൂ എന്ന് പറയുന്നുണ്ട്. വേഗം ഇവർ 500 രൂപ അങ്ങ് അടച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ അത് 500 രൂപ, ഇതല്ലല്ലോ എൻ്റെ ഫീസ് എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ ഡീറ്റെയിൽ അയച്ചു കൊടുത്തു. അപ്പോൾ ഇവർ പറയാം നിങ്ങൾ 500 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ എന്ന്. ഇങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകൾ അവർ അതിൻ്റെ നെഗറ്റീവ് അനുഭവിക്കും. ഈ ലേഡി അത്യാവശ്യം പണമുള്ള വീട്ടിലത്തെയാണ്. അവരുടെ ആ ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കഴിവില്ലാത്ത ദാരിദ്ര്യം പിടിച്ച ആളൊന്നുമല്ല, അത്യാവശ്യം കഴിവുള്ള ആൾ തന്നെയാണ്. തീർച്ചയായിട്ടും അവരുടെ ധനം വേറെ ഏതെങ്കിലും വഴിക്ക് നഷ്ടമാവും. കാരണം കള്ളത്തരം പറഞ്ഞാണല്ലോ ഇവിടെ വരുന്നത്. വേറെ പണം അടയ്ക്കാനില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇനി അവർക്ക് പണം ഉണ്ടാവില്ല, ഒന്നും അടയ്ക്കാനുണ്ടാവില്ല. കാരണം അവരുടെ വായിന്ന് അതാണല്ലോ വീണത്. പറയുന്നത് നുണയാണല്ലോ. വരുന്നത് ഈ ഭഗവാന്റെ അടുത്തേക്കാണല്ലോ ആ വാക്ക് വരുന്നത്. അപ്പോൾ ഭഗവാൻ തീരുമാനിച്ചോളും. അപ്പോൾ അതിനുള്ള ഇട കൊടുക്കാതിരിക്കുക. കയ്യിൽ പണമില്ലാത്തവരാണെങ്കിൽ സമീപിക്കാതിരിക്കുക. ഞാൻ ഫ്രീ ചെയ്തു കൊടുക്കാമെന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2 റീഡിങ് തരുന്നുണ്ട്. അത് കേട്ടിട്ട് മിണ്ടാതെ പോയിക്കോളുക. ക്യാഷ് ഉണ്ട് നിങ്ങളുടെ കാര്യം അറിയണമെങ്കിൽ ഈ 1000 രൂപ അടച്ചിട്ട് നിങ്ങൾ റീഡിങ് എടുക്കാൻ വേണമെങ്കിൽ വരിക. വല്ലാതെ ഉപദ്രവിക്കാൻ വരരുത്. ഇവിടെ ഒരു നമ്പർ കൊടുത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കാൻ വന്നാൽ അതിൻ്റെ ഫലങ്ങൾ ഞാൻ ഇനി പറയുന്നില്ല. അത് തീർച്ചയായിട്ടും കിട്ടും. എല്ലാ റീഡിങ്ങിലും ഞാൻ പറയുന്നുണ്ട് നെഗറ്റീവായ ചിന്തയോടുകൂടിയോ എന്നെ ഉപദ്രവിക്കുക എന്നുള്ള മനോഭാവത്തോടു കൂടിയോ സമീപിക്കാതിരിക്കുമെന്ന്. എങ്കിലും പിന്നെ അത് ചെയ്യുമ്പോൾ ഞാനെന്താ ചെയ്യുക? ഇവിടെ പറയുന്നു നിങ്ങൾ കാത്തിരിക്കുന്നത് ആ വ്യക്തിയാണെന്ന്, വെഡ്ഡിങ് കഴിക്കുമെന്ന് പറയുന്നു. പ്ലേഫുൾനെസ് ഉള്ളവരുമുണ്ട്. ഇതുപോലുള്ള ആളുകളൊക്കെ പ്ലേഫുൾനെസ്സാണ്. ഇനി ഫിനാൻസും കരിയറും അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏറെ രസകരമായ സംഭവം അതല്ല. ഇവരുടെ ഭർത്താവിന് വേണ്ടി നോക്കാനല്ല വന്നിരിക്കുന്നത്, വേറെ ആരുടെ ഭർത്താവിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ അവിഹിതങ്ങൾക്കൊക്കെ ഞാൻ ഇനി മുതൽ 2000 രൂപ പറഞ്ഞാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അവനവൻ്റെ നല്ലൊരു കാര്യത്തിനല്ലല്ലോ ഇവർ നോക്കാൻ വരുന്നത്, മറ്റൊരാളുടെ ഭർത്താവിനെ കിട്ടുമെന്ന് നോക്കാനാണല്ലോ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ 500 അല്ല 1000 അല്ല മേടിക്കേണ്ടത്, 2000 2500 മേടിക്കണം. ടാരോ റീഡർമാർ ചെയ്യുന്നത് ശരിയാണോ എന്നുപോലും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവിഹിത ബന്ധങ്ങൾക്ക് ഫീസ് കൂടുതൽ വാങ്ങുക, ഭാര്യ ഭർത്താക്കന്മാരോ സിംഗിൾസോ ആണെങ്കിൽ കുറവ് വാങ്ങുക. കുറവെന്ന് പറയുന്ന 1000, കൂടുതൽ എന്ന് പറഞ്ഞാൽ 2000 2500. അങ്ങനെ പറഞ്ഞാൽ ഈ 500 കൊണ്ട് പറ്റിക്കാൻ വരില്ലല്ലോ. മെമ്മറീസ്, ഓർമ്മകളുണ്ടെന്ന് പറയുന്നത്, ലവ് യു എന്ന് പറയുന്നത്, ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങനെയൊക്കെ ഞാൻ മാറാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ആളുകൾ വന്ന് എന്നെ നെഗറ്റീവ് അടിപ്പിച്ചാൽ ഞാൻ കുത്തനെ കൂട്ടും എൻ്റെ ഫീസ്. വേണ്ടവർ വന്നാൽ മതി എന്ന് വിചാരിക്കും.
നമുക്കങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് വലിയ മാളികകളൊന്നും ഉണ്ടാക്കണമെന്നില്ല. അത്യാവശ്യം ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ. വേണ്ടവർ വന്നാൽ മതി. ഈ അവിഹിതം ഇങ്ങനെ പറഞ്ഞിട്ട് ചെറിയൊരു തുകയും വാങ്ങിയിട്ട് നിൽക്കൊണ്ടാണല്ലോ ഇങ്ങനെ തലയിൽ കയറി ഇരുന്ന് നിരങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് നിൽക്കാതിരുന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവർക്ക് താങ്ങാനാവാത്തൊരു ഫീസ് അങ്ങ് പറയുക. അപ്പോൾ ആരും വരില്ലല്ലോ. അതുപോലെ ചെയ്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചേച്ചിമാരാണ് എന്നെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചേച്ചിമാരെന്നെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദയവായി എൻ്റെ ചാനൽ ഇനി മുതൽ കാണരുത്. അപേക്ഷയാണ്. കാരണം നിങ്ങൾ കണ്ടിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ എനർജിയോ പോസിറ്റീവോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഈ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ കുറച്ച് നെഗറ്റീവായില്ലേ? നെഗറ്റീവ് ആവുന്ന തരത്തിൽ പെരുമാറിയിട്ടാണത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നല്ല ബുദ്ധി തോന്നട്ടെ. സ്നേഹത്തോടു കൂടി എൻ്റെ ചാനൽ കാണാൻ വരട്ടെ. സ്നേഹത്തോടു കൂടി മാത്രം വാട്സപ്പിലും വരട്ടെ.